ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിലെ പ്രതി തസ്ലീമ സുൽത്താന എങ്ങനെയാണ് സിനിമാ താരങ്ങളുമായി അടുത്തത്? എക്സൈസിൻ്റെ അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ലഹരിക്ക് പുറമെ സിനിമാ താരങ്ങളുമായി പെൺവാണിഭ ഇടപാടുകളും തസ്ലീമ നടത്തിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ഒരു പ്രമുഖ നടന് പെൺകുട്ടിയെ എത്തിച്ചു നൽകിയതായും യുവതി എക്സൈസിന് മൊഴി നൽകി. അതേസമയം ആലപ്പുഴയിലെ നക്ഷത്ര ഹോട്ടലിൽ നടന്ന നിശാ പാർട്ടിയുമായി ഹൈബ്രിഡ് കഞ്ചാവ് കേസിന് ബന്ധമുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ഒന്നാം പ്രതി തസ്ലീമ സുൽത്താനയുടെ ഫോൺ പരിശോധനയിൽ നിന്നുമാണ് പെൺവാണിഭ കച്ചവടങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവരുന്നത്. ലഹരി ഇടപാടുകൾക്ക് പുറമെ സിനിമാ മേഖലയിലെ ഉന്നതരുമായി പെൺവാണിഭത്തിന് ഇടനിലക്കാരിയായി തസ്ലീമ പ്രവർത്തിച്ചു. ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി വില പറഞ്ഞതിന്റെ തെളിവുകളും എക്സൈസിന് ലഭിച്ചു. 25,000 രൂപയ്ക്ക് വാട്സ്ആപ്പ് ചാറ്റിൽ കണ്ട യുവതിയെ നടന് എത്തിച്ചു നൽകിയതായും തസ്ലീമ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. 5,000 രൂപയാണ് ആ ഇടപാടിൽ തന്റെ ലാഭമെന്നും അവർ പറഞ്ഞു. ആലപ്പുഴ പുന്നമടയിൽ പ്രമുഖ ഹോട്ടലിൽ നടന്ന ടിക്കറ്റ് വെച്ചുള്ള നിശാപാർട്ടികളുമായി ബന്ധപ്പെട്ടും എക്സൈസും പോലീസും അന്വേഷിക്കുന്നുണ്ട്. ഫെബ്രുവരി 28, മാർച്ച് 8 തീയതികളിലായാണ് പാർട്ടി സംഘടിപ്പിച്ചത്. എറണാകുളത്ത് നിന്നുമാണ് ഏറ്റവും കൂടുതൽ യുവതി-യുവാക്കൾ ടിക്കറ്റ് വാങ്ങി ആലപ്പുഴയിലെത്തിയത്. വനിതാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ പരസ്യത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമായി മദ്യം നൽകുമെന്നും ഓഫറുണ്ടായിരുന്നു. മദ്യമല്ല ലഹരിയാണ് ലക്ഷ്യമെന്ന് ലോക്കൽ പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചും നോർത്ത് പോലീസും പരിശോധന നടത്തിയതിനെ തുടർന്ന് പദ്ധതി പൊളിയുകയായിരുന്നു. കണ്ണൂരിലെ യുവ വ്യവസായിയെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതിയായ അനൂപിന്റെ നേതൃത്വത്തിലായിരുന്നു നിശാ പാർട്ടി. കേസിൽ എക്സൈസിന്റെ ഇന്റലിജൻസ് വിഭാഗം പ്രത്യേക അന്വേഷണം ആരംഭിച്ചു. ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത് തായ്ലാന്റിൽ നിന്നാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. വിമാനത്താവളങ്ങളിലെ സുരക്ഷാ പരിശോധനകൾ മറികടന്ന് കഞ്ചാവ് എങ്ങനെ ഇന്ത്യയിൽ എത്തിച്ചുവെന്നും വിദേശത്തേക്ക് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളുമാണ് ഇന്റലിജൻസ് വിഭാഗം പരിശോധിക്കുന്നത്. തസ്ലീമ സുൽത്താനയും സിനിമയിലെ ലഹരി പെൺവാണിഭ സംഘങ്ങളുമായുള്ള വിശദാംശങ്ങളും ഒക്കെ പുറത്തുവരുമ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. കോടികൾ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് തസ്ലീമ ആലപ്പുഴയിൽ ആർക്ക് നൽകാനായി എത്തി? ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.